കുട്ടികളുടെ ബേൺ മാനേജ്മെന്റ് വളരെ കോമൺലി ആൻഡ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതായത് കുഞ്ഞുങ്ങൾ മുട്ടിലെഴയുന്ന തൊട്ട് ഒരു സ്ഥലത്ത് പിടിച്ചു കയറാനും നടന്നു തുടങ്ങാനൊക്കെ തുടങ്ങുമ്പോൾ മിക്കവാറും അവർ അടുക്കളയിലൊക്കെ വരികയും അവിടെ തിളപ്പിച്ച് വെച്ച പാലോ ചൂടുവെള്ളമോ എല്ലാം കയറി പിടിക്കുക, മേലുമറിയുക, അല്ലെങ്കിൽ ഒരു അയൺ ബോക്സിൽ കയറി പിടിക്കുക, ചെറിയൊരു പൊള്ളലുകൾ, അങ്ങനെയെല്ലാം മിക്ക വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ പ്രതികരിക്കണം, എന്താണ് അതിന് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ്, ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യമാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആദ്യം തന്നെ പാരൻസ് പാനിക് ആവാതിരിക്കുക, കുട്ടിയെ ആ പൊള്ളലേറ്റ ഏരിയയിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റുക, ഒരു സേഫ് പ്ലേസിലോട്ട് നിർത്തുക. കുട്ടിയുടെ മേലെ എന്തെങ്കിലും വസ്ത്രങ്ങളോ ജ്വല്ലറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഊരാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ മാത്രം ഊരുക. പിടിച്ച് പറിച്ച് വന്നത് ഊരി കൂടുതൽ മുറിവുകൾ ഉണ്ടാക്കരുത്. പൊതുവെ കണ്ടുവരുന്നതാണ് ഒരു പൊള്ളലേൽക്കുമ്പോൾ അവിടെ അപ്പോൾ തന്നെ ഒരു പേസ്റ്റ്, നെയ്യ്, തേൻ ഇതൊക്കെ തേക്കുകയില്ല. ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ആ ഏരിയ വാഷ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുന്ന ഫസ്റ്റ് റെമഡി. അതായത് ഒരു റണ്ണിങ് വാട്ടർ സോഴ്സോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരം ആ ഏരിയനെ മുക്കി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തരത്തെ മെഡിക്കേഷൻസ് ലൈക്ക് മുറിവെണ്ണ അല്ലെങ്കിൽ യഷ്ടിമധുഘൃതം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ബേണുകളുടെ എല്ലാം ഒരു സിവിയറിറ്റി ഡിഗ്രി ഉണ്ട്. അത് എത്ര ലെയറിനെ അത് എഫക്ട് ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിൻ്റെ എപ്പിഡെർമിസിനെയാണോ ഡെർമിസിനെയാണോ എന്ന് എഫക്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും അതിൻ്റെ അടുത്ത സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് നടക്കുന്നത്. ഒരു ഔട്ടർ ലെയർ മാത്രമായിട്ടുള്ള ഒരു ബേണാണ്, സൺസ്ട്രോക്ക് പോലത്തെയുള്ള കേസുകളാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ കൊണ്ട് തന്നെ അത് ഒരാഴ്ച കൊണ്ട് ഹീലാവും. എന്നാൽ അത് പിന്നീടും അടുത്ത ലെയറിലോട്ടൊക്കെ അത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവിടെ ഒരു ബ്ലിസ്റ്റർ ഫോം ചെയ്തിട്ടുണ്ടാകും. അത് ഒരു കാരണവശാലും ഈ ബ്ലിസ്റ്റേഴ്സ് നിങ്ങൾ പൊട്ടിക്കാൻ പാടില്ല. അത് കൂടുതൽ ഇൻഫെക്ഷൻസിലോട്ട് നിങ്ങളെ കൊണ്ടുചെല്ലും. ബ്ലിസ്റ്റേഴ്സ് ഒക്കെ കണ്ടു പിന്നെയും ഉള്ളിലോട്ട് ബേൺ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അതിന് വേണ്ട കറക്റ്റായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും വേണം. കുഞ്ഞിനൊരു ബേൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞിൻ്റെ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും കുഞ്ഞിനൊരു പ്രോട്ടീൻ ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്.